പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂൺ 19, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില വാർത്തകളാണ്. ഇറാൻ എന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഇന്ത്യൻ നാവികസേനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തിട്ടുള്ള കപ്പലിന്റെ പേര്. അന്താരാഷ്ട്ര ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യൻ ഫിലിമിന് അവാർഡ് ലഭിച്ചു. ആർക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ലോഞ്ചസ് ഓപ്പറേഷൻ സിന്ധു ടു വാക്യുവേറ്റ് ഇന്ത്യൻ നാഷണൽ ഫ്രം ഇറാൻ. ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചു. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ഒന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ഇത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഒരു പുതിയൊരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണം ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ധു. ഇപ്പോൾ പത്രങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്, അതായത് ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 7 ദിവസം ആയി കഴിഞ്ഞിരിക്കുന്നു. 2 രാജ്യങ്ങളും ഇപ്പോൾ മിസൈലിന്റെ ഒരു അറ്റാക്ക് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ സേഫ് അല്ലാത്തതുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ് ടു ഇവാക്യുവേറ്റ് ദം, അതായത് അവരെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ സിന്ധു ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? 2025 ജൂൺ 18. ഇന്നലെ 2025 ജൂൺ 18 ആരംഭിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധു. 110 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ ആ ഒരു ഓപ്പറേഷനിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് രാവിലെ ആ ഒരു ഇന്ത്യയുടെ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു. ഇന്നിപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള ആ ഒരു സംഘർഷം, ഇതിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥ, അതുമൂലമാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷൻ സിന്ധു ഏത് മന്ത്രാലയം പ്രഖ്യാപിച്ചു? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ഔട്ട്സൈഡുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്. ഇന്നിപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ധു ഇത് ഇറാൻ ഇസ്രായേൽ ടെൻഷൻ, അതുമൂലം ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം അതനുസരിച്ച് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: INS അർണാല കമ്മീഷൻ ഇൻ ടു ദി ഇന്ത്യൻ നേവി. INS അർണാല ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ കപ്പലാണ് INS അർണാല. INS അർണാലിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 18 കിഴക്കൻ നാവിക കമാൻഡിലേക്ക് കമ്മീഷൻ ചെയ്ത ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേത് ഏതാണ്? INS അർണാല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈസ്റ്റേൺ നേവൽ കമാൻഡിന് വേണ്ടി ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു കപ്പലാണ് INS അർണാല, ഇന്ത്യൻ നേവൽ ഷിപ്പ് അർണാല. ഇതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണിത്. സബ്മറൈൻസിനെ, അന്തർവാഹിനി കപ്പലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പലാണ് INS അർണാല. ഇത് ഈസ്റ്റേൺ നേവൽ കമാൻഡിലാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ് ആണുള്ളത്: ഈസ്റ്റേൺ നേവൽ കമാൻഡ്, വെസ്റ്റേൺ നേവൽ കമാൻഡ്, സദേൺ നേവൽ കമാൻഡ്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതായ INS അർണാല ഏത് കപ്പൽ നിർമ്മാതാക്കളാണ് നിർമ്മിച്ചത്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSC. INS അർണാല ഇത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു കപ്പലാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എത്ര ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ നിർമ്മിക്കും? 8. ഡിഫൻസ് ആയിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇത് കൊൽക്കട്ടയിലെ ഒരു
ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് ഇവിടെ 8 ഇത്തരത്തിലുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തേതാണ് INS അർണാല. ആകെ 16 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൽ 8 എണ്ണം GRSC അതായത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിനും അടുത്ത 8 അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനാണ്. അപ്പോൾ ആകെ 16 ഡിവൈഡ് ചെയ്യുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും മറ്റൊന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡുമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ INS അർണാല ജൂൺ 18 ഏത് പ്രതിരോധ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് കമ്മീഷൻ ചെയ്തത്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. അദ്ദേഹത്തിന്റെ പ്രസൻസിൽ ആണ് ജൂൺ 18 ഇന്ത്യയിലെ ആദ്യത്തെ INS അർണാല എന്ന ഫസ്റ്റ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്, ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതും. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ദേശി ഊൺ വിൻസ് ജൂറി അവാർഡ് ഫോർ ബെസ്റ്റ് കമ്മീഷൻ ഫിലിം അറ്റ് ഇന്റർനാഷണൽ ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവൽ. അന്താരാഷ്ട്ര ആനിമേഷൻ ഫെസ്റ്റിവലിൽ മികച്ച കമ്മീഷൻ ചെയ്ത ചിത്രത്തിനുള്ള ജൂറി അവാർഡ് ദേശി ഊൺ നേടി. ഈയടുത്ത് നടന്നിട്ടുള്ള ഒരു ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവൽ ആണ്. ഈ ഫിലിം ഫെസ്റ്റിവലിലാണ് ദേശി ഊൺ എന്ന ചിത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രാൻസിൽ നടന്ന അനേസി ഇന്റർനാഷണൽ ആനിമേഷൻ ഫെസ്റ്റിവൽ 2025 മികച്ച കമ്മീഷൻ ചിത്രത്തിനുള്ള ജൂറി അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? ദേശി ഊൺ. ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് അനേസി ഇന്റർനാഷണൽ ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവൽ. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അവാർഡ് നേടിയിട്ടുള്ള ദ ബെസ്റ്റ് ആനിമേഷൻ ഫിലിം ആണ് ദേശി ഊൺ. ഫ്രാൻസിൽ നടന്ന അനേസി ഇന്റർനാഷണൽ ആനിമേഷൻ ഫെസ്റ്റിവൽ 2025 ജൂറി അവാർഡ് നേടിയ ദേശി ഊൺ സംവിധാനം ചെയ്തത് ആരാണ്? സുരേഷ് എറിയാട്ട്. സുരേഷ് എറിയാട്ടിന്റെ ആനിമേഷൻ ഫിലിം ആണ് ദേശി ഊൺ. ഈ ഒരു ചിത്രത്തിനാണ് അനേസി ഇന്റർനാഷണൽ ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വേൾഡ് ഓഡിയോ വീഡിയോ എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് 2025 മികച്ച ചിത്രത്തിനുള്ള കിരീടം നേടിയ സംവിധായകൻ സുരേഷ് എറിയാത്തിന്റെ ചിത്രത്തിന്റെ പേര് ദേശി ഊൺ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുംബൈയിൽ നടന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു വേൾഡ് ഓഡിയോ വീഡിയോ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് 2025. ഇത് ദേശി ഊൺ എന്ന ആനിമേഷൻ ഫിലിമിന് സുരേഷ് എറിയാട്ടിന് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആനിമേഷൻ ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് നമുക്കറിയാൻ സാധിക്കും സുരേഷ് എറിയാട്ടിന്റെ ദേശി ഊൺ എന്ന് പറയുന്ന ആ ഒരു ആനിമേഷൻ ചിത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആനിമേഷൻ. ഇന്നിപ്പോൾ ഇന്ത്യയിൽ അതിന്റെ തന്നെ സാധ്യത വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ അഡ്രസ് ദി G7 സെഷൻ ഓൺ 18 ജൂൺ. ജൂൺ 18 G സെഷനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. G7 ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസിന്റെ ഉച്ചകോടി അവസാനിച്ചു. ഈ ഒരു വേളയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി G7 സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 59ാമത് G7 ഉച്ചകോടി എവിടെയാണ് നടന്നത്? കനാൻസിസ്കീസ്, കാനഡ. കാനഡയിലെ കനാൻസിസ്കീസിലാണ് 51ാമത്തെ G7 ഉച്ചകോടി നടന്നിട്ടുള്ളത്. അതായത് G7 എന്ന 7 രാജ്യങ്ങൾ ആണ്, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആണ് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ. ഈ രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി നടന്നിട്ടുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കാനഡയിൽ നടന്ന 51ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു കാണിച്ച പ്രധാന കാര്യം എന്തായിരുന്നു? ഭീകരത, പുനരുപയോഗ ഊർജം, AI, ധാർമ്മിക എന്നിവയെക്കുറിച്ചുള്ള ആഗോള ഐക്യം. G7 എന്ന കോൺഫറൻസിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പോയിന്റ് ആയിരുന്ന ടെററിസത്തെ കുറിച്ചായിരുന്നു. ടെററിസം, അതായത് പ്രത്യേകിച്ച് ഏപ്രിൽ 22 നടന്നിട്ടുള്ള പഹൽഗാം അറ്റാക്ക്, ആ അറ്റാക്കിനെ കുറിച്ചും ഇന്ന് ആഗോളതലത്തിൽ വരുന്ന ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ടെററിസം, അതായത് തീവ്രവാദം, ഇതിനെതിരെ ഒരുമിച്ച് കൂടുക എന്നതിനെ കുറിച്ചുള്ള ഒരു ആഹ്വാനമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി G7 എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ റിന്യൂവബിൾ എനർജിയെ കുറിച്ചായിരുന്നു. മൂന്നാമത്തത് AI എത്തിക്സിനെ കുറിച്ചായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചായിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്
ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ബിഗിൻ. ബോൺ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം ആരംഭിച്ചു. ഇത് എവിടെയാണ് ബോൺ എന്ന പ്രദേശം? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 16 നടന്ന വാർഷിക ബോൺ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം ഏത് രാജ്യമാണ് സംഘടിപ്പിച്ചത്? ജർമ്മനി. ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ബോൺ. ഇവിടെ വെച്ചാണ് ജൂൺ 16 നടന്നിട്ടുള്ള വാർഷിക ബോൺ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നിട്ടുള്ളത്. ഏത് സംഘടനയുടെ കീഴിലാണ് ബോൺ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം സംഘടിപ്പിച്ചത്? യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC, ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന ചട്ടക്കൂട് കൺവെൻഷൻ. ഈ സംഘടനയാണ് പ്രധാനമായിട്ടും പറയുമ്പോൾ ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്തതും. ഇന്ന് ലോകത്ത് ഓരോ വർഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് ക്ലൈമറ്റ് ഓൺ പാർട്ടീസ് എന്ന് പറയുന്ന COP. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്. ഇത് എല്ലാ വർഷം നടക്കുന്ന ഒരു കോൺഫറൻസ് ആണത്. ബോൺ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം 2025 നടന്ന പ്രധാന ചർച്ചാ വിഷയം എന്തായിരുന്നു? ആഗോള പൊരുത്തപ്പെടൽ ലക്ഷ്യം, ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ എന്നൊരു മേജർ ടോപ്പിക് ആയിരുന്നു ഈ പ്രാവശ്യത്തെ 2025 ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നിട്ടുള്ള ടോപ്പിക്. ആ ടോപ്പിക്കിന്റെ പേരാണ് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ, GGA. കാലാവസ്ഥാ വ്യതിയാന ഭീഷണി നേരിടുന്നതിനായി 1992 സ്ഥാപിതമായ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേര് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. UNFCCCയുടെ കീഴിലാണ് 1992 സ്ഥാപിതമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 16 നടന്നിട്ടുള്ള ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്. ഇത് ജർമ്മനിയിലാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, മാലി ക്യാബിനറ്റ്സ് ബാക്ക് ബിൽ ടു എക്സ്റ്റെൻഡ് ജുണ്ട ലീഡർ ടേം. ഭരണകൂട നേതാവിന്റെ കാലാവധി നീട്ടാനുള്ള ബില്ലിനെ മാലി മന്ത്രിസഭ പിന്തുണച്ചു. മാലി എന്ന രാജ്യം, ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്, അതായത് മിലിറ്ററി റൂൾ ഇത് വീണ്ടും നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വിവാദപരമായിട്ടുള്ള ഒരു ബിൽ ആണ് മാലി സർക്കാർ പാസ്സാക്കി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മാലിയിലെ സൈനിക ഭരണകൂടത്തിന്റെ തലവനായ അടുത്ത 5 വർഷം അധികാരത്തിലിരിക്കുന്നയാളുടെ പേരെന്താണ്? ജനറൽ അസീമി ഗോയ്റ്റ. മാലി എന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ മിലിറ്ററി ഹെഡ് ആണ് ജനറൽ അസീമി ഗോയ്റ്റ. ഇദ്ദേഹം ഇനി 5 വർഷം കൂടി ഭരിക്കാൻ പോവുകയാണ്. 2030 വരെയും അദ്ദേഹം ഭരിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാലി സർക്കാരിന്റെ തീരുമാനം. മാലി എന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ലാൻഡ് ലോക്ക് കൺട്രിയാണ്, അതായത് കരയാൽ ചുറ്റപ്പെട്ട ഒരു കൺട്രിയാണ് മാലി. മാലിയുടെ ക്യാപിറ്റൽ ആണ് ബമാക്കോ. ഒഫീഷ്യൽ ലാംഗ്വേജ്, നിരവധി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത് ആ ഒരു രാജ്യത്തിന്. ബംബാറ, ഹസാനിയ, തമാഷ്ക് എന്നിവ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇവിടുത്തെ കറൻസി ആണ് വെസ്റ്റേൺ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. 2020 2021 മാലിയിൽ അധികാരം പിടിച്ചെടുത്ത രാജ്യത്തെ സൈനിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നത് ആരാണ്? ജനറൽ അസീമി ഗോയ്റ്റ. ജനറൽ അസീമി ഗോയ്റ്റയാണ് മാലിയിൽ 2020 2021 അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മാലിയിലെ ആ ഒരു കൺട്രോൾ എടുത്തിട്ടുള്ളത്. ഇന്ന് മാലി എന്ന രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്ന മിലിറ്ററി റൂളർ ആണ് ജനറൽ അസീമി ഗോയ്റ്റ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.